ഇത് ഭൂമിയാണ്. ഇവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. ഈ സ്ഥലം നിങ്ങൾക്ക് വളരെ അടുത്താണ്. സൗരയൂഥം. ഇനി ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം നോക്കൂ. അത്രയൊന്നും തോന്നുന്നില്ല അല്ലേ? വീണ്ടും ചിന്തിച്ചു നോക്കൂ. ഏറ്റവും അകലെ ആയിരിക്കുമ്പോൾ തന്നെ ഭൂമിയും ചന്ദ്രനും 2,52,088 മൈലുകൾ അകലെയാണ്. ഈ അകലത്തിൽ നമുക്ക് സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും സ്ഥാപിക്കുവാൻ കഴിയും. ഇനി നമുക്ക് ഗ്രഹങ്ങളെക്കുറിച്ച് പറയാം. വ്യാഴത്തിന്റെ ഭീമാകാരമായ ചുവന്ന പൊട്ടിന് ഭൂമിയുടെ ഇരട്ടി വലിപ്പമുണ്ട്. ശനി ഭൂമിയുടെ 9 മടങ്ങ് വലിപ്പമുള്ളതാണ്. ശനിയുടെ വളയങ്ങൾ വളരെ വലുതാണ്. ഈ വളയങ്ങൾക്കുള്ളിലെ ചില കഷ്ണങ്ങൾക്ക് ഒരു പർവ്വതത്തിന്റെ അത്ര വലുപ്പമുണ്ട്. എന്നാൽ ഇത് നമ്മുടെ സൂര്യനെ അപേക്ഷിച്ച് ഒന്നുമല്ലെന്നോർക്ക്. ഇതാണ് ഭൂമി. ഇത് ചന്ദ്രനിൽ നിന്നുള്ള ഭൂമി. ഇത് ചൊവ്വയിൽ നിന്നുള്ള ഭൂമി. ഇത് ശനിയുടെ വളയങ്ങൾക്കപ്പുറത്തുള്ള ഭൂമിയാണ്. ഇത് നെപ്റ്റ്യൂണിനപ്പുറം 4 ബില്യൺ മൈൽ അകലെയുള്ള ഭൂമിയാണ്. 1 ബില്യൺ എന്നത് ഒരു വലിയ സംഖ്യയാണ്. അതിനാൽ നമുക്ക് കാര്യങ്ങൾ വീക്ഷണകോണിൽ വയ്ക്കാം. 1 ദശലക്ഷം സെക്കൻഡ് ഏകദേശം 11 ദിവസവും 12 മണിക്കൂറുമാണ്. 1 ബില്യൺ സെക്കൻഡ് എന്നാൽ 31 വർഷത്തേക്കാൾ കൂടുതലാണ്. നമ്മുടെ സൂര്യന്റെ വലിപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ വലിപ്പം ഭയാനകമാണ് അല്ലെ? ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്ന് കാണുന്ന അതേ സൂര്യൻ തന്നെയാണിത്. കാൾ സാഗൻ ഒരിക്കൽ ചിന്തിച്ചതുപോലെ ഭൂമിയിലെ ഏത് കടൽ തീരത്തുള്ള മണൽത്തരികളെക്കാളും കൂടുതൽ നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ചില നക്ഷത്രങ്ങൾ നമ്മുടെ സൂര്യനേക്കാൾ വളരെ വലുതാണ്. അറിയപ്പെടുന്ന ഏറ്റവും വലിയ നക്ഷത്രം യുവൈ സ്കൂട്ടി. സൂര്യന്റെ വ്യാസത്തിന്റെ 2000 മടങ്ങ് കൂടുതലാണിത്. എന്നിരുന്നാലും അവയൊന്നും ഒരു ഗാലക്സിയുടെ വലുപ്പത്തിലെത്തുകയില്ല. നമ്മുടെ സൗരയൂഥം ഒരു കാൽനാണയത്തിന്റെ വലുപ്പത്തിലേക്ക് ചുരുങ്ങുകയും ക്ഷീരപഥം അതേ നിരക്കിൽ ചുരുങ്ങുകയും ചെയ്താൽ ക്ഷീരപഥത്തിന്റെ വ്യാസം ഏകദേശം യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വലുപ്പത്തിന് തുല്യമായിരിക്കും. അതായത് ക്ഷീരപഥ ഗാലക്സി വളരെ വലുതാണ് എന്നർത്ഥം. വ്യാസം ഏകദേശം 1,00,000 പ്രകാശവർഷങ്ങളാണെന്ന് കണക്കാക്കപ്പെടും. ഇത് മൈലുകളിലേക്ക് മാറ്റുമ്പോൾ 621 ക്വാഡ്രില്യൺ, 371 ട്രില്യൺ, 192 ബില്യൺ, 237 മില്യൺ, 333,893 മൈലുകൾ വരും. ക്ഷീരപഥത്തിന്റെ ഈ ചെറിയൊരു ഭാഗത്താണ് നിങ്ങൾ താമസിക്കുന്നത്. എന്നിരുന്നാലും മറ്റു ചില താരാപഥങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഗാലക്സി വളരെ ചെറുതാണ്. ക്ഷീരപഥത്തിന്റെ ഇരട്ടി വലിപ്പവും 2,00,000 പ്രകാശവർഷം വ്യാസവുമുള്ള നമ്മുടേതിന് സമാനമായ എലിപ്റ്റിക്കൽ ഗാലക്സിയാണ് NGC 6744. അത് വളരെ ഭാരമേറിയതാണ്. ഹബിൾ ദൂരദർശിനിയിലൂടെ എടുത്ത ഈ ചിത്രത്തിൽ മാത്രം ആയിരക്കണക്കിന് ഗാലക്സികൾ കാണാം. ഓരോന്നിനും ദശലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളും അവയുടെ ഗ്രഹങ്ങളുമുണ്ട്. ഇവിടെ ദൃശ്യമാകുന്ന ചില വസ്തുക്കൾ ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് മഹാവിസ്ഫോടനത്തിന് ഏകദേശം 3 ബില്യൺ വർഷങ്ങൾക്ക് ശേഷം രൂപപ്പെട്ടതായിരിക്കാം. ഈ കാലഘട്ടം നക്ഷത്ര രൂപീകരണത്തിന്റെ ഏറ്റവും തിരക്കേറിയ കാലഘട്ടമായും കണക്കാക്കപ്പെടുന്നു. അതായത് കൂട്ടുകാരെ, ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഓർമ്മിക്കുക, ഈ ഒരു ചിത്രം നമ്മുടെ വിശാലമായ പ്രപഞ്ചത്തിന്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ്.